Hi, hello, welcome back to Jupod. Yes, എല്ലാവർക്കും Jupodലേക്ക് സ്വാഗതം. This is me, Mazin here. Yes, നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് പരീക്ഷയുടെ പീക്കിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. പരീക്ഷയുടെ ഒരു മൂഡ് ഇങ്ങനെ കയറി ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന ഒരു മൂഡിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. നമുക്ക് പൊളിക്കാം മക്കളെ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. പെട്ടെന്ന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളിലൂടെ പെട്ടെന്നൊന്ന് ചില ഇമ്പോർട്ടൻറ്റ് VIP ക്വസ്റ്റ്യനുകളിലൂടെ നമുക്ക് കടന്നു പോകാം. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് കടന്നു പോകാം. നിങ്ങൾ റെഡിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് പോയി നോക്കാം എന്തൊക്കെയാണുള്ളത് നോക്കാം. ധാരായി നിൽക്കുന്നതെന്ന് അറിയാം, സൂപ്പർമാൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ഫുൾ മാർക്ക് വാങ്ങി തരാൻ വന്ന സൂപ്പർമാനാണ്. അപ്പോൾ ഈ സൂപ്പർമാൻ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങി തന്നോളും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. ഒരു സൂപ്പർമാനെ പോലെ കുതിച്ചു വരിക. ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യണം? കുതിച്ചു വരണം. A+ 60 ഔട്ട് ഓഫ് 60 മക്കളെ. ജോഗ്രഫിയിൽ നമുക്ക് വേറെ ഒന്നുമില്ല. യെസ്, ജോഗ്രഫിയിൽ നമുക്ക് എന്താ 60 ഔട്ട് ഓഫ് 60 നമ്മൾ അടിക്കും, നമ്മൾ അടിച്ചിരിക്കും. യെസ്, നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് നോക്കാം. എന്താണ്? ഡിഫൈൻ ഹ്യൂമൻ ജോഗ്രഫി. ഹ്യൂമൻ ജോഗ്രഫി എന്താണെന്ന് നിർവചിക്കുക. 2 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ ചോദ്യത്തിന്. പക്ഷേ ഈ ചോദ്യം പ്രതീക്ഷിക്കാം നമുക്ക്. എന്താണ് നിർവചിക്കുക? എങ്ങനെയാണ് നിർവചിക്കേണ്ടത്? പ്രശസ്തരായ 2-3 പേര് നമ്മളിത് നിർവചിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിർവചനം അതുപോലെ പഠിക്കുക, അതുപോലെ എഴുതി വെക്കുക. ആരൊക്കെയാ പറഞ്ഞത് നോക്കിക്കേ. റസൽ പറഞ്ഞത് എന്താ? റസൽ പറഞ്ഞത് എന്താണ് നോക്കിക്കേ. ഹ്യൂമൻ ജോഗ്രഫി ഈസ് ദ സിന്തറ്റിക് സ്റ്റഡി. നോക്കി എവിടെ പോയി? ഹ്യൂമൻ ജോഗ്രഫി ഈസ് ദ സിന്തറ്റിക് സ്റ്റഡി ഓഫ് relationship between synthetic study of human societies and earth surface. ഹ്യൂമൻ സൊസൈറ്റി നോക്കിക്കേ. മനുഷ്യഭൂമിശാസ്ത്രം, മനുഷ്യ സമൂഹങ്ങളും ഭൂമിയുടെ ഉപരിതലവും തമ്മിലുള്ള ബന്ധമാണ് എന്താ? ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണെന്നാണ് റസൽ നമ്മുടെ ജോഗ്രഫിയെക്കുറിച്ച്, ഹ്യൂമൻ ജോഗ്രഫിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദെൻ മറ്റൊന്ന് എന്താണ് പറഞ്ഞത് നോക്കിക്കേ. LNC Semple എന്താ പറഞ്ഞത്? ഹ്യൂമൻ ജോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ചേഞ്ചിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അൺറെസ്റ്റിംഗ് മാൻ ആൻഡ് ദ അൺസ്റ്റേബിൾ എർത്ത്. 2 പേര് നോക്കിക്കേ. അൺറെസ്റ്റിംഗ് മാനും അൺസ്റ്റേബിൾ എർത്തും. ഇവർ 2 പേരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ ജോഗ്രഫി എന്ന് വിളിക്കുന്നത് എന്നാണ് LNC Semple പറഞ്ഞിരിക്കുന്നത്. ശാന്തിയില്ലാത്ത മനുഷ്യനും അസ്ഥിരമായ ഭൂമിയും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹ്യൂമൻ ജോഗ്രഫി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? LNC Semple പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് പോൾ വിഡൽ ഡി ലാബ്ലാഷി. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. Conception resulting from a more synthetic knowledge of the physical laws governing earth and of the governing the earth and the relations between the living being which inhabit it. നമ്മുടെ ഭൂമിയെ നിയന്ത്രിക്കുന്ന ഭൗതിക നിയമങ്ങളെക്കുറിച്ചും അതിൽ വസിക്കുന്ന ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കൂടുതൽ കൃത്യമായ അറിവിന്റെ ഫലമായി ഉണ്ടാകുന്ന സങ്കല്പമാണ്. അതിലുള്ള ജീവികളും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളും അവയുടെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഹ്യൂമൻ ജോഗ്രഫി എന്നാണ് പോൾ വിഡൽ ഡെ ലാബ്ലാഷി എന്ന് പറയുന്ന നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്, തിങ്കർ തോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടും ഈ 3 തോട്ടുകളാണ് എന്ത് ചെയ്യണം നമ്മൾ അതിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയും. നോക്കിക്കേ. എ പുൾ ഫാക്ടർ ഓഫ് മൈഗ്രേഷൻ. ഇതിൽ കാണിച്ചിരിക്കുന്നതിൽ മൈഗ്രേഷൻ്റെ ഒരു പുൾ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂകമ്പം പുൾ ഫാക്ടറാണ്. പുൾ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ? നമ്മൾ താല്പര്യത്തോടു കൂടെ പോകുന്ന ഘടകങ്ങളാണ്. ഭൂകമ്പം എവിടോ ഭൂകമ്പം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചാടിപ്പാഞ്ഞു പോവോ? ഇല്ലല്ലോ, അങ്ങനെ ചാടിപ്പാഞ്ഞു പോവില്ല. ഭൂകമ്പമല്ല, ദാരിദ്ര്യമല്ല, വെള്ളപ്പൊക്കമല്ല, തൊഴിൽ സാധ്യത പ്രധാനപ്പെട്ട ഉത്തരമാണ്. തൊഴിൽ സാധ്യത കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടും. നല്ല സാലറി, നല്ല ജോലി എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, എന്താണ് ജനസാന്ദ്രതയെ നിർവചിക്കുക? പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? 1 കിലോമീറ്റർ സ്ക്വയർ സ്ഥലത്ത് 1 കിലോമീറ്റർ വീതിയും 1 കിലോമീറ്റർ നീളവുമുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നോക്കിക്കേ. ഓരോ യൂണിറ്റ് ഭൂമിക്കും അതിൽ വസിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള പരിമിതമായ ശേഷിയുണ്ട്. ആ ആളുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ആ പോപ്പുലേഷൻ ഡെൻസിറ്റി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര വ്യക്തികളാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിലൂടെ കണക്കാക്കുന്ന. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര വ്യക്തികളാണുള്ളത് എന്നാണ് നമ്മൾ ഇതിലൂടെ കണക്കാക്കുന്നത്. ഓക്കെ, അടുത്ത ഒരെണ്ണം എന്താണ്?
മറ്റൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, റൈറ്റ് 3 കോമ്പണൻസ് ഓഫ് ദ പോപ്പുലേഷൻ ചേഞ്ച്. പോപ്പുലേഷൻ ചേഞ്ചിന്റെ 3 കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കേ. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും മൈഗ്രേഷനുമാണ് അതിന്റെ 3 ഘടകങ്ങൾ. ഈ 3 ഘടകങ്ങൾ മാറി മാറി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോപ്പുലേഷനിൽ ചേഞ്ച് ഉണ്ടാവും. ഒരു സ്ഥലത്ത് 100 ആളുണ്ട് വിചാരിക്കുക, ഒരു 10 ആളും കൂടെ ജനിച്ചു, പോപ്പുലേഷൻ ചേഞ്ച് ആയില്ലേ, പോപ്പുലേഷന്റെ എണ്ണം ചേഞ്ച് ആയില്ലേ, അതാണ് ബർത്ത് റേറ്റ് എന്ന് വെച്ചാൽ. 100 ആളില് ഒരു 10 ആള് മരിച്ചു, 10 ആള് മരിച്ചു പോയി, പിന്നെ മരണപ്പെട്ടു പോയി, ഡെഡ് ആയി പോയി, അങ്ങനെയാണെന്നുണ്ടെങ്കിലും പോപ്പുലേഷൻ ചേഞ്ച് ആയില്ലേ. അപ്പൊ മറ്റൊരു രൂപത്തില് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു 100 പേരുള്ളതിൽ ഒരു 10 പേര് എന്തായി? ഗൾഫിലേക്ക് ജോലിക്ക് പോയി. അങ്ങനെയാണെങ്കിലും പോപ്പുലേഷന്റെ എണ്ണം ചേഞ്ച് ആയില്ലേ, അതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാരണങ്ങളാണ് പോപ്പുലേഷന്റെ എണ്ണം ചേഞ്ച് ആവാൻ സഹായിക്കുന്നത്. ഇങ്ങനെ ആലോചിക്കേണ്ട വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോന്ന്? വേറെ കാരണമൊന്നുമില്ല, ഈ 3 കാരണം തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലെ, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷന്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ. വിതരണത്തെ സ്വാധീനിക്കുന്ന ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് വാട്ടർ അവൈലബിലിറ്റി ആണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ് പ്രധാനപ്പെട്ട. ജലലഭ്യതയാണ്. വെള്ളമുള്ളിടത്ത് എന്തുണ്ടാവും? ആളുകൾ താമസിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? ലാൻഡ് ഫോംസ് ആണ്. അവിടുത്തെ ഭൂരൂപങ്ങൾ എങ്ങനെയാണ്? കുത്തനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുക. നിരപ്പായതോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ചെരിവുള്ളതോ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുക? ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പർവ്വത പ്രദേശങ്ങളും കുന്നിൻ പ്രദേശങ്ങളും ഗതാഗത ശൃംഖല, അവരുടെ വികസനം കാര്യങ്ങളൊക്കെ എന്താണ്? തടസ്സപ്പെടും. അതൊന്നും കാര്യമായിട്ട് കിട്ടൂല. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്തില്ല? അവിടെയൊന്നും ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ എന്താണ്? ആളുകൾ കൂടുതൽ താമസിക്കൽ എവിടെയാണ്? ജെന്റിൽ സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ നേരെയുള്ള പ്ലെയിനോ ഫ്ലാറ്റ് ആയിരിക്കുന്ന പ്രതലങ്ങളിലുമാണ് എന്ത് ചെയ്യുക? ആളുകൾ താമസിക്കുക എന്നും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. അതിന് അതേപോലെ മറ്റൊന്നാണ് ക്ലൈമറ്റ്, കാലാവസ്ഥ എന്ന് പറഞ്ഞ എന്താണ്? നല്ല ഓവർ തണുപ്പുള്ള സ്ഥലങ്ങൾ ആളുകൾ ചൂസ് ചെയ്യൂല. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഓവർ ചൂടുള്ള സ്ഥലങ്ങളും ആളുകൾ ചൂസ് ചെയ്യൂല. ഇത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ആളുകൾ ചൂസ് ചെയ്യുന്നത്. ആളുകൾ ആരെങ്കിലും പോയിട്ട് രാജസ്ഥാൻ മരുഭൂമിയിൽ പേരെടുക്കലുണ്ടോ? അത്രക്ക് പൂതിച്ചാട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? രാജസ്ഥാൻ മരുഭൂമിയിൽ പോയിട്ട് വീടെടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നോ 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 അങ്ങനെ ഒരു സാധ്യതയെ ഇല്ല. കാരണം എന്താണ്? അവിടെ ചുട്ടുപൊള്ളുന്ന വെയിലാണെന്ന് അറിയാം. അതുകൊണ്ട് ആൾക്കാർക്ക് അവിടെ പോകാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. ടൂറായിട്ടൊക്കെ ചിലപ്പോൾ എന്ത് പോയിരുന്നല്ലാതെ അവിടെ വീടെടുത്ത് താമസിക്കാനൊന്നും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായില്ല. അതുപോലെ അന്റാർട്ടിക്കയിൽ പോയിട്ട് ആരെങ്കിലും വീട് താമസിക്കോ? ഇല്ല, കൊടും തണുപ്പാണ്. അതുകൊണ്ട് അവിടെ വീടെടുത്ത് താമസിക്കുകയില്ല. അപ്പൊ അതൊരു ഫാക്ടറാണ്. നമുക്ക് വേറെ എന്താണ് പറയാൻ പറ്റുക? സോയിൽസ്, മണ്ണ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. മണ്ണ് എങ്ങനെയാണ് പ്രധാനപ്പെട്ട ഫാക്ടർ ആവുന്നത്? ആളുകൾക്ക് കൃഷി ചെയ്യണം അല്ലേ. അപ്പൊ നല്ല മണ്ണുള്ള പ്രദേശങ്ങളിലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ നല്ല മണ്ണുള്ള പ്രദേശങ്ങളിൽ എന്താണ്? നല്ല പശിമയുള്ള ലോമി സോയിലായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ എന്താണ്? ഫെർട്ടൈൽ ലോമി സോയിലായിട്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ നല്ല ഡിമാൻഡ് ആയിരിക്കും. ആളുകൾ അങ്ങനെ സ്ഥലങ്ങളാണ് കൂടുതൽ എന്ത് ചെയ്യുക? പ്രിഫർ ചെയ്യുക, താമസിക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. എക്കണോമിക് ഫാക്ടേഴ്സ് നമ്മൾ ചോദിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് വേറെ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The economist who introduced the concept of human development എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഇമ്പോർട്ടന്റ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. VIP പേഴ്സൺ മെഹബൂബുൽ ഹക്കിന്റെ പേര് പഠിച്ചു വെക്കാതെ പരീക്ഷയ്ക്ക് പോയത് കേട്ടോ. മെഹബൂബുൽ ഹക്ക് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മെഹബൂബുൽ ഹക്കാണ് എന്ത് കൊണ്ടുവന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ള ടേം കൊണ്ടുവന്നിരിക്കുന്നത് മെഹബൂബുൽ ഹക്കാണ്. അമർത്യാസൻ കേട്ട് കൺഫ്യൂഷൻ ആവണ്ട, ഇത് കൊണ്ടുവന്ന ആളെയാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? മെഹബൂബുൽ ഹക്ക് തന്നെയാണ്. Don't worry about it. നോക്കൂ, മാനവ വികസനത്തിന്റെ 4 തൂണുകളുടെ പേര് ഇത്. VIP വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. VIP ക്വസ്റ്റ്യൻ എന്താണത്? 4 തൂണുകൾ. 4 തൂണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാനവ വികസനത്തിന്. ഏതൊക്കെയാണുള്ളത് നോക്കുക. മാനവ വികസനത്തിന് 4 തൂണുകളുണ്ട്. ഏതൊക്കെയാണ് 4 തൂണുകൾ? ഇത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നോക്കാം എന്തൊക്കെയാണ് 4 തൂണുകൾ എന്ന് പറയുന്നത്. നോക്കിക്കേ ഒന്ന് ഇക്വിറ്റി, ഒന്നാമത്തെ തൂൺ എന്ന് പറയുന്നത് ഏതാണ്? ഇക്വിറ്റി ആണ്. രണ്ടാമത് സസ്റ്റൈനബിലിറ്റി ആണ്. മൂന്നാമത് പ്രൊഡക്ടിവിറ്റി ആണ്. ആൻഡ് എംപവർമെന്റ് ആണ്. 4 തൂണുകളാണുള്ളത്. 1 തുല്യത, 2 സുസ്ഥിരത, 3 ഉൽപാദനക്ഷമത, 4 ശാക്തീകരണം. ഈ 4 തൂണുകളാണ് ആർക്കുള്ളത്? നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉള്ളത്. ഈ 4 തൂണുകളിൽ ഊന്നി വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ എല്ലാവിധ ഡെവലപ്മെന്റുകളും ഉണ്ടാകുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. The 4 pillars of human development. The 4 pillars of human development പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിന്റെ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ, അതൊക്കെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം?
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് ഒമാൻ വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ വർഗീകരിക്കുക നോക്കിയ ഹൈ, മീഡിയം, ലോ. നോക്കിയ അബോവ് 0.8 ഹൈ ആണ്, ബിറ്റ്വീൻ 0.5 to 0.799 എന്താണ് മീഡിയം ആണ്, ദെൻ 0.5ലും താഴെയാണെങ്കിൽ അതെന്താണ് ലോ ആണ് എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ സമീപനങ്ങൾ, അപ്രോച്ചസ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര അപ്രോച്ച് ഉണ്ട്? 4 അപ്രോച്ചുകളുണ്ട്. 4 അപ്രോച്ചുകളാണുള്ളത്. 4 അപ്രോച്ചസ്, 4 അപ്രോച്ചുകളാണുള്ളത്. ആ 4 അപ്രോച്ചുകളിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് 4 അപ്രോച്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകമായ ഒരു ചോദ്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രൊഫസർ അമർത്യ സെൻ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ ആഡ് ചെയ്ത് ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനും ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇതിലെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം 4 അപ്രോച്ചുകൾ നോക്കാം. ഏതൊക്കെയാണ് 4 അപ്രോച്ചുകൾ? ദ ഇൻകം അപ്രോച്ച്, വരുമാന സമീപനം. ഒരു വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം, പൈസ കൂടുതലുള്ള മനുഷ്യന്മാരാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് എന്ന കോൺസെപ്റ്റ് ആണ് എന്ത്, വരുമാനമല്ല ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നത് എന്ന കോൺസെപ്റ്റ് ആണ് എന്ത്, ഈ വരുമാന കോൺസെപ്റ്റിൽ, അതായത് ഇൻകം അപ്രോച്ചിൽ വരുന്നത്. എന്നാൽ ദ വെൽഫെയർ അപ്രോച്ചിൽ വരുന്നത് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കണം. അങ്ങനെ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അവിടെ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ എന്ന കോൺസെപ്റ്റ് ആണ് ദ വെൽഫെയർ അപ്രോച്ച് എന്ന് പറയുന്നത്. മിനിമം നീഡ്സ് അപ്രോച്ച്, മൂന്നാമത്തെ നോക്കിക്കേ, മിനിമം നീഡ്സ് അപ്രോച്ച്. മിനിമം നീഡ്സ് എന്ന് വെച്ചാൽ ആളുകൾക്ക് നമ്മുടെ ILO കൊണ്ടുവന്നതാണ്. ILO അല്ലേ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO കൊണ്ടുവന്ന സാധനമാണിത് മിനിമം നീഡ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ട ഭക്ഷണം, താമസം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനത്തെ സംവിധാനങ്ങൾ, ബേസിക് നീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബേസിക് നീഡ്സ് കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യും, ഒരാൾക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന കോൺസെപ്റ്റാണ് മിനിമം നീഡ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു മണ്ടത്തരം കോൺസെപ്റ്റുകളാണ് ഒരു നിലയ്ക്ക് ആലോചിക്കുമ്പോൾ അല്ലേ. ക്യാപ്പബിലിറ്റീസ് അപ്രോച്ച് ഉണ്ട്. ക്യാപ്പബിലിറ്റീസ് അപ്രോച്ച് എന്ന് വെച്ചാൽ ഒരാളുടെ കപ്പാസിറ്റി, അയാൾക്ക് മാക്സിമം സ്കില്ല് ഗെയിൻ ചെയ്ത് മാക്സിമം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള കഴിവുകൾ ഉണ്ടാവണം, അവസരങ്ങൾ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് വർദ്ധിക്കും എന്നുള്ള കോൺസെപ്റ്റാണ് ക്യാപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. ക്യാപ്പബിലിറ്റിന്റെ മലയാളം ഞാൻ എടുത്താൽ നോക്ക്, കാര്യശേഷി സമീപനം, അടിസ്ഥാന സമീപനം, ക്ഷേമ സമീപനം, വരുമാന സമീപനം. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട 4 അപ്രോച്ചുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ചോദ്യം കൂടെ ആഡ് ചെയ്ത് ചോദിച്ചിരുന്നു, പ്രൊഫസർ അമർത്യ സെൻ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പ്രൊഫസർ അമർത്യ സെൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ അമർത്യ സെൻ കാര്യശേഷി സമീപനം അഥവാ ക്യാപ്പബിലിറ്റി അപ്രോച്ചുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, പുള്ളിയാണ് ഇത്തരത്തിലൊരു ആശയം ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് കാര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്, ഈ 4ാമത്തെ അപ്രോച്ചുമായിട്ടാണ് പുള്ളിക്കാരൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ് പ്രൈമറി ആക്ടിവിറ്റി, നമുക്ക് കുറച്ച് നോക്കാം. പ്രൈമറി ആക്ടിവിറ്റി നോക്കിയേ, an ancient substance activity in which pasture depends on animals for food, clothing and shelter. ഓക്കെ, കൊമേഴ്ഷ്യൽ ആനിമൽ ഹസ്ബൻഡറി ആണോ, nomadic pastoral ലൈഫ് ആണോ, കോർപ്പറേറ്റ് ഫാമിംഗ് ആണോ, കോൽഖോസ് ആണോ, ഏതാണ് ഇതിൽ മൃഗങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രാചീന ഇടയ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വാണിജ്യം എന്ന് പറയുന്നത് പുതിയ കാലത്ത് വന്നതാണ്. ഇതിന് സഹകരണ കൃഷി അതല്ല, ഇതിന് കോർബോസും അല്ല. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ഏത് എഴുതാം, നാടോടി ഇടയ ജീവിതം അഥവാ നൊമാഡിക് പാസ്റ്റർ ലൈഫ് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, then എന്താണ് സഹകരണ കൃഷി, സംഘടിത കൃഷി എന്ന് വേർതിരിക്കുക. ഓക്കെ, സഹകരണ കൃഷി എന്താണ്, ഒരു കൂട്ടം കർഷകർ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ കൃഷി ചെയ്തിട്ട് അവരുടെ മെഷീൻസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് അവർ കൃഷി ചെയ്ത് അവർ തന്നെ വിൽപ്പന നടത്തി അവർ തന്നെ ലാഭം എടുക്കുന്ന പ്രക്രിയയാണ് എന്ത്, സഹകരണ കൃഷി എന്ന് പറയുന്നത്. എന്നാൽ കളക്റ്റീവ് ഫാമിംഗ് അങ്ങനെയല്ല, കൂട്ടുകൃഷി അങ്ങനെയല്ല. ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നു, ഈ മെഷീൻസും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി ആ മെഷീൻസും സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൂലിക്ക് ആളെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, തൊഴിലാളികളെ കൂലിക്ക് വെച്ചിട്ട് അവരെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് അവര് കൂലി കൊടുത്ത് പറഞ്ഞേക്കുന്ന സിസ്റ്റമാണ് എന്ത്, അടുത്തത് കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡറി ആക്ടിവിറ്റിയിൽ എന്താ നമുക്ക് നോക്കാൻ പറ്റിയത്, കൃഷി അധിഷ്ഠിത വ്യവസായം ഇതിൽ ഏതാണ്, ഇരുമ്പ് ആണോ, തുകലാണോ, ഭക്ഷ്യമാണോ, പേപ്പറാണോ, ഭക്ഷ്യമാണ് അല്ലേ. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുതിയ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായം. അപ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭക്ഷ്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രൂപത്തിൽ അതിനെ നമുക്ക് പറയാൻ പറ്റും. ദ ഫാക്ടറി വിച്ച് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ, വ്യവസായശാലകളുടെ സ്ഥാനത്തെ സ്വാധീനിക്കാത്ത ഘടകം ഇതിലേതാണ്, റോ മെറ്റീരിയൽ ആണോ,
ലേബർ സപ്ലൈ ആണോ, സോയിൽ ഫെർട്ടിലിറ്റി ആണോ? റോ മെറ്റീരിയൽ നമുക്ക് നിർബന്ധമാണ്, വ്യവസായശാലകൾക്ക് റോ മെറ്റീരിയൽ ഉണ്ടാവലും നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ വ്യവസായശാലക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ലേബർ സപ്ലൈ ആണോ? ലേബർ സപ്ലൈ നിർബന്ധമാണ്. തൊഴിലാളികളില്ലാതെ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വർക്ക് ചെയ്യാൻ പറ്റൂല. സോയിൽ ഫെർട്ടിലിറ്റി, ഫാക്ടറി തുടങ്ങാൻ എന്ത് വേണ്ട, സോയിൽ ഫെർട്ടിലിറ്റി വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് മണ്ണിന്റെ ഫലഭൂയിഷ്ഠം നമുക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത എന്താണ് നോക്കിക്കേ, വ്യവസായങ്ങളെ അവയുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. ഉടമസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ഓണർഷിപ്പ് എന്താണ്? ഒന്നാമത്തെ ഓണർഷിപ്പ് എന്ന് വെച്ചാൽ പബ്ലിക് ഓണർഷിപ്പ് ആണ്, പബ്ലിക് സെക്ടർ ആണ് ഒന്നാമത്തത്. പബ്ലിക് അതായത് പൊതുമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളായിരിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രൈവറ്റ് സെക്ടർ ആണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് വെച്ചാൽ സ്വകാര്യ മേഖലയായിരിക്കും, സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും അതുണ്ടായിരിക്കുക. മൂന്നാമത്തത് എന്ന് പറയുന്നത് ജോയിന്റ് സെക്ടർ ആണ്. ജോയിന്റ് എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്ന് രണ്ടുപേരുടെയും ഒരു മിക്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, ജോയിന്റ് സെക്ടറിൽ. അതാണ് ഉടമസ്ഥതയുടെ ബേസിലുള്ള 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, പബ്ലിക്, പ്രൈവറ്റ്, ജോയിന്റ് കേട്ടോ, പൊതുമേഖല, സ്വകാര്യ മേഖല, സംയുക്ത മേഖല കേട്ടോ. ഓരോന്നിന്റെയും ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അവിടെ തന്നിരിക്കുന്നുണ്ട്. ഓക്കെ, നോക്കൂ. ആൻഡ് ആക്ടിവിറ്റി ഇൻക്ലൂഡഡ് ഇൻ ദ ക്വാട്ടർണറി സെക്ടർ. ക്വാട്ടർണറി സെക്ടറിൽ ഇതിൽ ഏതാണ് പെട്ടിരിക്കുന്നത്? ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നോക്കിക്കേ, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതമുണ്ട്, ടൂറിസം ഉണ്ട്, വിനോദസഞ്ചാരമുണ്ട്, പോളിസി മേക്കിംഗ്, നയരൂപീകരണം, പിന്നെ ഗവേഷണവും വികസനവും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് ഇത് രണ്ടും എന്തായാലും കട്ട് ചെയ്യാം. ഇത് രണ്ടും എന്തായാലും ആൻസർ ആവില്ല. ഈ അവസാനത്തെ 2 എന്തായാലും എന്തല്ല ആൻസർ ആവില്ല. പക്ഷെ മേലത്തെ 2 നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ തെറ്റണ്ട. ഇനി ഇങ്ങനെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രയോറിറ്റി ആർക്ക് തന്നെ കൊടുക്കണം? വിനോദസഞ്ചാരത്തിന് തന്നെ ആൻസർ കൊടുക്കണം, പ്രയോറിറ്റി കൊടുക്കണം. ടൂറിസത്തിന് പ്രയോറിറ്റി കൊടുക്കണം. ടൂറിസം കഴിഞ്ഞിട്ട് എന്തുള്ളൂ? ട്രാൻസ്പോർട്ടേഷൻ പ്രയോറിറ്റികൾ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ടൂറിസം ആണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. എന്താണ് പഞ്ചമ പ്രവർത്തനങ്ങൾ? കൊയിനറി ആക്ടിവിറ്റീസ് അറിയാലോ. ഹയർ ലെവലുള്ള പോസ്റ്റുകൾ, ഗവൺമെന്റ് പോസ്റ്റുകൾ, MNC-കളിലെ സ്റ്റാഫിന്റെ പോസ്റ്റുകളൊക്കെ ആയിട്ടുള്ള നയരൂപീകരണം അല്ലെങ്കിൽ പോളിസി മേക്കിംഗ്, ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം പ്രക്രിയകളൊക്കെ നടത്തുന്ന ജോലിയാണ് എന്താ ഇത്തരത്തിലുള്ള കൊയിനറി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഭൂഖണ്ഡാന്തര ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഭൂഖണ്ഡാന്ന് വിചാരിക്കുക, അതൊരു കോണ്ടിനെന്റ് ആണ് എന്ന് കരുതുക. ഈ കോണ്ടിനെന്റിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡ് മുട്ടുന്ന വരെയുള്ള റെയിൽ പാതകൾ നിർമ്മിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോണ്ടിനെന്റൽ റെയിൽവേ എന്ന് വിളിക്കുന്നത്. ഒരു കോണ്ടിനെന്റിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡ് വരെ നീണ്ടു കിടക്കുന്ന റെയിൽ പാതയെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് കോണ്ടിനെന്റ് റെയിൽവേ എന്നുള്ളത്. ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്ന് പറയുന്നത് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. കനേഡിയൻ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ, അതേപോലെ സൈബീരിയൻ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ, അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളെ ഓസ്ട്രേലിയൻ ട്രാൻസ്കോണ്ടിനൽ റെയിൽവേ ഒക്കെ അതിൻ്റെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്റർനാഷണൽ ട്രേഡ്, ഉഭയകക്ഷി വ്യാപാരവും ബഹുകക്ഷി വ്യാപാരവും. എന്താണ് ഉഭയകക്ഷി? ബൈലാറ്ററൽ ട്രേഡും മൾട്ടിലാറ്ററൽ ട്രേഡും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ, എ എന്ന രാജ്യം ബി എന്ന രാജ്യം, ഈ 2 രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? വ്യാപാരം നടത്തുകയാണെങ്കിൽ, അതിനൊരു കരാർ വെച്ചിട്ട് വ്യാപാരം നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ ലിങ്ക് എന്ന് പറയുന്നത്. എന്നാൽ ഈ എ എന്ന രാജ്യം, ഇപ്പുറത്തൊരു സി എന്ന രാജ്യമുണ്ട്, ഇപ്പുറത്തൊരു ഡി എന്ന രാജ്യമുണ്ട്, ഇപ്പുറത്തൊരു ഇ എന്ന രാജ്യമുണ്ട്, ഈ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? വ്യാപാരം നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്ന. ഒരു രാജ്യം ഒരുപാട് രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്തുകയാണെങ്കിൽ അതിനെ മൾട്ടിലാറ്ററൽ ട്രേഡ് എന്നും, 2 രാജ്യങ്ങളുമായിട്ടാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അതിന് നമ്മൾ ബൈലാറ്ററൽ ട്രേഡ് എന്നും വിളിക്കും. മൾട്ടിലാറ്ററൽ ട്രേഡ് നടത്തുമ്പോൾ അവിടെ ഒരു മോസ്റ്റ് ഫേവറബിൾ കൺട്രി, MFC എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഇത്രയും രാജ്യങ്ങളുമായിട്ട് കച്ചവടം ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് തോന്നുന്നതാണ്? സി ആയിട്ട് കച്ചവടം ചെയ്യണം ഒന്നും കൂടെ രസം, അവരുമായിട്ട് കച്ചവടം ചെയ്യണം ഒന്നും കൂടെ നല്ലത്, കാരണം അവർ നമ്മൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത്തരം രാജ്യത്തിന് നമ്മൾ എന്ത് പറയും? MFC, മോസ്റ്റ് ഫേവറബിൾ കൺട്രി എന്ന് നമ്മൾ അതിനെ വിളിക്കും കേട്ടോ. മോസ്റ്റ് ഫേവറബിൾ നേഷൻ അല്ലെങ്കിൽ MFN. ഓക്കെ, നമ്മളതിനെ അങ്ങനെ വിളിക്കും കേട്ടോ. ഓക്കെ, നോക്കൂ. പാക്കറ്റ് സ്റ്റേഷൻ,
പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ്, ഫ്രീ ട്രേഡ് ഇതിനൊക്കെ നിർവചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം ഇനി വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഡെപ്തിലേക്ക് വായനയെ കൊണ്ടുപോകുക. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങളിൽ നമ്മുടെ ലൈവ് വരുന്നുണ്ട്. ലൈവ് എല്ലാവരും കാണാം, ജോഗ്രഫി ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ലൈവിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ സമയമെടുത്ത് ഡിസ്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പം എല്ലാവരും സെറ്റായിരിക്കുക, പവറായിരിക്കുക. നമുക്ക് വീണ്ടും കാണാം, അടിച്ചു പൊളിക്കാം. പരീക്ഷ എന്ത് ചെയ്യുക, നല്ല കോൺഫിഡൻസോട് കൂടെ എഴുതുക. നമ്മളുണ്ട് നിങ്ങളെ കൂടെ കേട്ടോ, ഫുൾ ടൈം നമ്മളുണ്ടാവും. അതുകൊണ്ട് നല്ല പ്രിപ്പയർ ചെയ്ത് അടിപൊളി മക്കളായിട്ട് എഴുതുക. കാണാം. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് A+ മേടിച്ചിട്ട് കാണണം. A+ മേടിക്കുന്നവരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും കേട്ടോ. സെറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ടാറ്റാ, ബൈ ബൈ. ഇറ്റ്സ് മീ മാസിൻ സൈനിങ് ഓഫ്.